ഏകദേശം 50,000 രൂപ കൂടുതലായിരുന്നു. ഇത്തവണയും 1,25,000-ത്തിലധികം വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിക്ക് നമ്മൾ പരാതി നൽകിയിട്ടുണ്ട്, കത്തെഴുതിയിട്ടുണ്ട്. ബന്ധപ്പെട്ട എയർലൈൻസുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് കുറക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നല്ല രീതിയിലുണ്ടായിട്ടുണ്ട്. പക്ഷേ എയർലൈൻസുകൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും അമിതമായി ചാർജ് വാങ്ങുന്നത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല എന്നുള്ള അഭിപ്രായം പൊതുസമൂഹത്തോടൊപ്പം നമ്മളും പങ്കുവെക്കുകയാണ്. ഈ കാര്യം കഴിഞ്ഞ തവണ ഉണ്ടായപ്പോൾ തന്നെ നല്ല രീതിയിൽ പ്രതികരിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് ചാർജ് കുറച്ചിട്ടുണ്ട്. ഇത്തവണയും അതേപോലെ തന്നെ ശക്തമായുള്ള എതിർപ്പ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കും. അത് കുറക്കാനുള്ള ശ്രമം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ പ്രവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ. ചില പ്രത്യേക അവസരങ്ങളിൽ യാത്രക്കാർ കൂടുന്ന സമയത്ത് ചാർജ് വർദ്ധിപ്പിക്കുന്ന ഒരു നിലപാട് എയർലൈൻസുകൾ എടുക്കുന്നുണ്ട്. വിമാന കമ്പനികളുടെ ഈ നിലപാട് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് നമുക്കൊക്കെ ഉള്ളത്. അത് പ്രത്യേകിച്ച് കോഴിക്കോട് എയർപോർട്ടുമായി അടുത്ത് കഴിയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതുതന്നെയാണ് എൻ്റെയും അഭിപ്രായം ഈ കാര്യത്തിൽ. അങ്ങ് കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന, വിജയരാഘവൻ്റെ ആ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയെ ചൂണ്ടിക്കാണിച്ച് STP ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. വിജയരാഘവനെ പോലെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളെ പിന്തുണക്കുന്ന മന്ത്രി വന്ന വഴി മറക്കരുത് എന്നുള്ളതാണ് STP പറയുന്നത്. STP അങ്ങനെ പിന്തുണച്ചു എന്ന രീതിയിലുള്ളതാണ് ഇപ്പോൾ വ്യാഖ്യാനങ്ങൾ വരുന്നത്. നോക്കൂ, ഒരു കാര്യത്തിൽ ഞാൻ വ്യക്തമായൊരു നിലപാട് പറയാം. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ന്യൂനപക്ഷ വർഗീയതയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക നമുക്കിടയിലുണ്ട്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും തമ്മിലൊരു ഏറ്റുമുട്ടൽ, അത് നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ തന്നെ അറിയാം. കേരളത്തിൽ ഏറ്റവും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണ്. അവിടെ മുസ്ലിം ലീഗിൻ്റെ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെ നമ്മൾ അപലപിക്കുന്നുണ്ട്. പിന്നെ താനൂരിലെ വിജയത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെതിരായി ഉള്ള ഒരു മത്സരത്തിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ഒരിക്കലും താനൂരിലെ വോട്ടർമാർക്കിടയിൽ അവരെ മറന്നുകൊണ്ടുള്ള ഒരു രീതി ഇന്നേ വരെ എടുത്തിട്ടില്ല. ഇനി അത് ആലോചിക്കുന്നില്ല. കാരണം താനൂരിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ മറ്റൊരു സംശയം ആർക്കും വേണ്ട. ഇതിൽ താനൂരിൻ്റെ വികസനമാണ് അന്ന് ലക്ഷ്യം വെച്ചത്. അത് നല്ല രീതിയിൽ തന്നെ താനൂരിൽ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, താനൂരിൽ മുസ്ലിം ലീഗിനെതിരായി ഒരു ജനകീയ കൂട്ടായ്മയാണ് അന്ന് രൂപപ്പെട്ടത്. തീർച്ചയായും അത് തന്നെയാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഇപ്പോൾ സ്ഥായിയായിട്ടുള്ളൊരു വിജയമായി അത് മാറി. ജനങ്ങൾക്ക് ഇടതുപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന MLA-മാരോ മന്ത്രിമാരോ വരുമ്പോൾ എങ്ങനെയാണ് ഒരു നാടിന് മാറ്റമുണ്ടാകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ഇതാണ്. പക്ഷേ ഞാൻ വീണ്ടും പറയാം, ഇപ്പോൾ STPയെ പ്രത്യേകമായി ഈ കാര്യം പറയേണ്ട ഒരു ആവശ്യവും അല്ലെങ്കിൽ സന്ദർഭവുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശക്തമായിട്ടുള്ള നിലപാട് നമ്മൾ എടുത്തു പോവുകയാണ്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. കാരണം അത് പാർട്ടി ലൈനാണ്. ആ പാർട്ടി ലൈനിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അത് മറ്റുള്ളവരുമായി കൂട്ടിക്കെട്ടുന്നില്ല. ഇപ്പോൾ AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, സുന്നി വിഭാഗങ്ങൾ പറയുന്ന വാക്കുകൾ ഒക്കെ തന്നെ പത്രക്കാരിവിടെ സൂചിപ്പിച്ചു. അതുതന്നെയാണ് നിലപാട്. ആ കാര്യത്തിൽ മറ്റൊന്നും ആരും ആ കാര്യത്തിൽ മറ്റൊരു തെറ്റിദ്ധാരണക്ക് എവിടെയും ഇടവരേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ. അല്ല, നോക്കൂ, ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുക എന്നുള്ളത് നോക്കൂ, ഒരു ന്യൂനപക്ഷ വർഗീയത എതിർക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലൈൻ. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ടായിരുന്നു.